ആ എന്താ വിശേഷം? രാവിലെ തന്നെ പണിയിലാണ്. തിരക്കിലാണ്. രാവിലെ തോല് കിട്ടാനേ നേരം വൈകി. കുറ്റിക്ക് അടിച്ചേക്ക്. എന്താ പാട്? തോലെന്താ പാട്? തോല് കുഴപ്പമില്ല, നല്ല തോലാ. ആഹാ. ഇനിയിപ്പോൾ വെയിലാകുമ്പോഴേക്ക് ഇതിൻ്റെ ഇറച്ചിയൊക്കെ മുറിച്ചിട്ട് വൃത്തിയാക്കണേ. ഇതാണ് നമ്മുടെ ചെണ്ട ഉണ്ടാക്കണതിൻ്റെ ആദ്യപടി. ആദ്യപടി. ഇത് കാണുമ്പോൾ നിസ്സാരാണ്, റിസ്ക് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പണി ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ബാലേട്ടാ ബാക്കി പരിപാടി നമുക്ക് ഇവിടെയാണ് അല്ലേ? അതെ, ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്? നമ്മൾ അവിടെ നിന്ന് ആദ്യം തോല് കുറ്റിയടിക്കുന്നത് കണ്ടു. തോലിൽ ഇറച്ചി മുറിച്ച് പിന്നെ അത് ഉണങ്ങിയിട്ട് വട്ടം വെട്ടി പിന്നെ അത് ഭസ്മട്ട് കളഞ്ഞ് വെള്ളത്തിലിട്ടു തോല് വടിച്ച് പാകാക്കി. തോല് കനം കുറയ്ക്കുമ്പോൾ ഈ തോലിൻ്റെ ഉൾഭാഗം ഒരേപോലെ ആയിരിക്കണം. നമ്മൾ ഒരേ തോല് കനം കുറയ്ക്കുമ്പോൾ പിടിച്ച് നോക്കും. ആ പിടിച്ച് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കനമാവണം. പല കനയായ ശബ്ദം ശരിയാവില്ല. പിന്നെ വട്ടം മാടി ഉണങ്ങിയത് ഉണക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ആസ് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അത് ആറിയതിൻ്റെ ശേഷം വലിഞ്ഞതിൻ്റെ ശേഷം പനഞ്ചി പശ കൊണ്ട് ഒട്ടിക്കാറുണ്ട് നമ്മൾ. അതാണ് പനഞ്ചി പശ. നമ്മൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് കായ പൊട്ടിച്ച് കൊടുന്ന് ഇടിച്ച് ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണിത്. ഈ പശ നമ്മൾ വെടിക്കെട്ടിന് ഉപയോഗിക്കാറുണ്ട്, കോറ പണിയാൻ ഉപയോഗിക്കാറുണ്ട്. ഈ കറുപ്പ് കളറൊന്ന് വരുന്നത് ആ പശയെന്നുള്ളത് തന്നെയാണ്. നമ്മൾ വേറെ അതിൻ്റെ കളർ നമ്മൾ വേറെ കളറൊന്നും തേക്കണില്ല. ആ പശയുടെ കളറാണ് ഈ കറുപ്പ് കളർ വരുന്നത്. അസുരവാദ്യം എന്ന് പറയുന്നത് ഇടന്തല തന്നെയാണ്. അസുരവാദ്യം എന്ന് പറയുന്നത് ദേവവാദ്യം എന്ന് പറയുന്നത് വലന്തലയാണ്. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ നട അടച്ചു കഴിഞ്ഞാൽ പൂജയ്ക്ക് നമ്മൾ നട തുറക്കണ സമയത്ത് വലന്തലയ്ക്ക് മാരാര് കൊട്ടും. അതിനാണ് ദേവൻ ഉദ്ദേശിക്കുന്നത്. എൽച്ചിത്തറ മേളായാലും മറ്റുള്ള ഘടക പൂരങ്ങളായാലും വേണ്ടില്ല, എല്ലാ പൂരത്തിനും ചെണ്ടയില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഏറ്റവും പ്രധാനം ഇതിൽ ചെണ്ടയ്ക്കാണ്.